ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ദൈവം നമ്മളെ കൂട്ടി വരുത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അടിയന് ഈ സങ്കീർത്തന വേദഭാവം പ്രബോധിക്കാൻ വേണ്ടി വിളിച്ച പാസ്റ്റർക്കും അതുപോലെ സഭയ്ക്കുള്ള നന്ദി അറിയിക്കുന്നു. അതിലുപരി ദൈവത്തിന് അടിയൻ നന്ദി മഹത്വവും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇന്ന് വളരെ ആകാംക്ഷയോടെ വളരെ ആവശ്യബോധത്തോടെ ഇരിക്കുന്നുവെങ്കിൽ പ്ലീസ് എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്. ദൈവത്തിന് വലിയ കാര്യങ്ങളെ ചെയ്തു തരാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ദൈവത്തിന് എപ്പോഴും ദൈവത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഗോഡ് ഓൾവേസ് എഡ്യൂക്കേറ്റ് അസ്. ഗോഡ് ഓൾവേസ് ടെൽ, അല്ലെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേറ്റ് ചെയ്യും. ദെൻ ദൈവം മാറി നിന്ന് നോക്കും, ആർ വി ഈഗർ ടു റിസീവ് ഇറ്റ് ഓർ നോട്ട്? ഇവന് വേണോ വേണ്ടായോ? ത്രൂ ഔട്ട് ബൈബിളിൽ അങ്ങനെ തന്നെയാണ്. God never ever force anyone to do certain thing. God will tell them, educate them, give all possible option, all pros and cons. Then God will look at this particular fellow, particular servant of God. Hallelujah. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. നമുക്ക് വേഗം സങ്കീർത്തനത്തിലോട്ട് കിടക്കാം. പലരും വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, പുതിയ ചില മുഖങ്ങളെ കാണുന്നു. ദൈവം സഹായിക്കട്ടെ. ഈ സങ്കീർത്തനം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വായിച്ചത് 23-ാം സങ്കീർത്തനമായിരുന്നു. ഇപ്പോൾ 91. ഡോൺ കൺഫ്യൂസ് ചെയ്യേണ്ട, അത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ട് ഇന്ന് ഈ സങ്കീർത്തനം എനിക്ക് നൽകിയതാ. ഈ സങ്കീർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഈ നൽകിയതിലൂടെ ഉള്ള ഏറ്റവും വലിയ ബെനിഫിഷ്യറി ഞാൻ തന്നെയാണ്. ആമേൻ. ഞാൻ, എൻ്റെ കുടുംബം, അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഹല്ലേലൂയ വലിയ ചലനങ്ങൾ ഈ സങ്കീർത്തനത്തിൻ്റെ ഈ പർട്ടിക്കുലർ ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ, ഇന്നത്തെ ഈ വചനം സമയം നമ്മൾ കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ ഹല്ലേലൂയ എനിക്കിത് വലിയ വിടുതലായ വചനമാണ്. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് വളരെ അറിയാവുന്ന വചനമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓഫ് കോഴ്സ് ദൈവം ഏൽപ്പിച്ച ആ മേഖലകളിലോട്ട് മാത്രമേ ഞാൻ ടച്ച് ചെയ്യുള്ളൂ. അത് സ്പെസിഫിക്കലി 11-12 വാക്യങ്ങൾ, പിന്നെ 1-2 വാക്യങ്ങൾ. വേറെ ഒന്നും എന്നെ ടച്ച് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ല. ബട്ട് ദാറ്റ് ഈസ് ഇനഫ്, ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇത് മോശയുടെ സങ്കീർത്തനമാണ് എന്ന് ആണ് കൂടുതൽ ആൾക്കാരും കൂടുതൽ വേദ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്നും ചില ഭാഷ്യങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് എനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് എന്നെ ഉറപ്പിച്ചത്, അതായത് മോർ ദാൻ എനി തിയോളജിക്കൽ സ്റ്റഡി ഓർ ഫീഡ് ഓർ ഇൻപുട്ട്, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് മോസസിൻ്റെ സങ്കീർത്തനം തന്നെയാണ്. ഹല്ലേലൂയ. നമുക്ക് അതിൻ്റെ 11-12 വാക്യങ്ങളൊന്ന് വായിക്കാം. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഈ സങ്കീർത്തനം നമുക്കറിയാമല്ലോ, ഈ സങ്കീർത്തനം വളരെ ഫേമസ് ആണ്. നമുക്ക് ഉറപ്പ് തരുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മൾ പതറിയിരിക്കുമ്പോൾ, നമ്മൾ പലപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോൾ, പലപ്പോഴും എനർജി ചോർന്നു പോകുമ്പോൾ നമ്മളെ ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന സങ്കീർത്തനം തന്നെയാ 91-ാം സങ്കീർത്തനം. നമ്മളെല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാ എൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് വേറൊരു തലത്തിൽ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ, നമ്മുടെ ജീവിത യാത്രയിൽ ഹല്ലേലൂയ ഇന്ന്
ചില മാറ്റങ്ങൾ ഈ വേദഭാഗങ്ങളിലൂടെ ഉണ്ടാകും. ദൈവം അത് ചെയ്തു തരുമെന്ന് എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വ്യക്തികൾക്കും ഹല്ലേലൂയ. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സകല വ്യക്തി ജീവിതങ്ങളെയും യെസ് ഹല്ലേലൂയ ഇന്ന് ചില കാര്യങ്ങൾ ദൈവം യെസ് ആമേൻ ഹല്ലേലൂയ പഠിപ്പിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഓ യെസ് ആമേൻ വേറൊരു നിലവാരത്തിലോട്ട് യെസ് കൊണ്ടുപോകും. ഐ ഡോണ്ട് തിങ്ക് യെസ് ആരെങ്കിലും യെസ് ആമേൻ അത് വേണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യെസ് ഇവിടെ ഒരു വ്യക്തിയും പരിശുദ്ധാത്മാവിനെ സ്റ്റോപ്പ് ചെയ്യുന്ന, പരിശുദ്ധാത്മാവ് എനിക്കത് വേണ്ട, എനിക്കത് താല്പര്യമില്ല, യെസ് ഇവൻ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി ഇല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ ഓൾ ഓഫ് us ഹല്ലേലൂയ യെസ് ഇൻക്ലൂഡിങ് മീ ഹല്ലേലൂയ ശരിക്കും ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ വേണ്ടി തന്നെ ഇരിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. നമുക്കതുകൊണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റിലോട്ട് ഈ വേദഭാഗങ്ങളിലോട്ട് കൊണ്ടുപോകാം. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കയ്യിൽ വഹിച്ചുകൊള്ളും. അതെന്താന്ന് വെച്ചാൽ അതിന് മുമ്പിൽ എഴുതിയിരിക്കുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ആമേൻ. പ്രിയ ദൈവമക്കളെ, വൺ തിങ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ ജീവിതം തന്നെ നമ്മൾ ഈ ആയുസ് മുന്നോട്ട് പോകുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വഴി ആയിരിക്കണം ശരിക്കും. ആമേൻ ഹല്ലേലൂയ. വഴി ആയിരിക്കണം എന്ന് പറയാൻ കാരണം ഹല്ലേലൂയ, ഞാൻ ഇന്ന് രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ വണ്ടിയിലിരുന്ന് പറയുകയും ചെയ്തു, സപ്പോസ് ഇഫ് യു ആർ സ്പെസിഫിക്കലി അസൈൻഡ് ഓൺ സർട്ടൻ ടാസ്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ദൈവികമായ നിയോഗത്തിലോ, അല്ലെങ്കിൽ ദൈവിക നിയോഗം ആത്മീയ കാര്യം മാത്രമായിരിക്കത്തില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ ഒരു നിയോഗത്തിലായിരിക്കുകയും ആ നിയോഗത്തിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വഴി. അതായത് എൻ്റെ എക്സാമ്പിൾ ഞാൻ സിമ്പിളായിട്ട് പറയാം. യോസഫിൻ്റെ കാലം അറിയാലോ. യോസഫിൻ്റെ കഥയിൽ യോസഫിൻ്റെ അല്ലെങ്കിൽ ആ മിസ്രൈമിലെ ആ പ്രധാനം അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ആളായി ദൈവത്തിൻ്റെ പർട്ടിക്കുലർ കമ്മീഷൻ ചെയ്യുന്നത് വരെ പുള്ളിയുടെ ഒരു ബ്രാക്കറ്റ് പീരീഡ് ആയിരുന്നു. പക്ഷെ അതിനുശേഷമാണ് പുള്ളി വഴി ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത്. മോശ 80 വയസ്സ് വരെ മോശയ്ക്ക് ഒരു സ്റ്റഡി ടൈം അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റ് പീരീഡ് ആയിരുന്നു. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ ആ പർട്ടിക്കുലർ വഴിയിലോട്ട് ഇറക്കുന്നത്. അതേപോലെ തന്നെ യേശുവിനെ കുറിച്ചാണ് എല്ലാം മിക്കവാറും നമുക്കതിങ്ങനെ ത്രൂഔട്ട് ബൈബിളിൽ കാണാം. നമ്മുടെ ലൈഫിലുമുണ്ട് ഹല്ലേലൂയ ഒരു സ്റ്റഡി ടൈമും ഉണ്ട് ഹല്ലേലൂയ. അതിനുശേഷം ദൈവത്തിൻ്റെ വഴിയിൽ ഇറക്കിയിട്ട് പോകുന്നൊരു പോക്കുണ്ട് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, നമ്മുടെ ഈ ദൈവം അല്ലാതെ ഈ ലോകത്തിലെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനും ഇല്ലാത്തൊരു സിസ്റ്റമാണ് ഈ ദൈവത്തിൻ്റെ സിസ്റ്റം. ദൈവത്തിൻ്റെ സിസ്റ്റം എന്താ? ഒരു മനുഷ്യനെ ഏതെങ്കിലും പർട്ടിക്കുലറായിട്ട് ഒരു ടാസ്കിലോട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ടോ ഇറക്കണമെങ്കിൽ സാധാരണ ഇത് ലോകത്തിൻ്റെ സിസ്റ്റം എന്താ? നമ്മൾ പഠിക്കുന്ന മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ അവരെ അതിന് ട്രെയിൻ ചെയ്യും, അവരെ അതിന് സൂട്ടബിൾ ആകുന്ന എക്സ്പീരിയൻസ് കൊടുക്കും, ട്രെയിനിങ് കൊടുത്ത് സ്ലോലി അവൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ആസ്പെക്റ്റിലോട്ട് അവനെ അങ്ങ് ഒഴുക്കി വിടും. ദാറ്റ് മീൻസ് ബൈ ദാറ്റ് ടൈം ഹി ഓൾറെഡി എലിവേറ്റഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ലെവൽ സോ ദാറ്റ് ഹി ക്യാൻ ഈസിലി ഹാൻഡിൽ ദാറ്റ് സിറ്റുവേഷൻ. അങ്ങനെയല്ലേ ലോകത്തിൻ്റെ സിസ്റ്റം? പയ്യെ ട്രെയിൻ ചെയ്ത് കപ്പാസിറ്റി കൂട്ടി അല്ലേ? പക്ഷെ ദൈവത്തിൻ്റെ സിസ്റ്റം എന്താ? മോശയുടെ ലൈഫിൽ നോക്കുക, യോസഫിൻ്റെ ലൈഫിൽ നോക്കുക, ദാവീദിൻ്റെ ലൈഫിൽ നോക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സിസ്റ്റം എന്താ? നേരെ ഓപ്പോസിറ്റാ. അതായത് ട്രെയിനിങ് ഒന്നും ഇല്ലാതെ ട്രെയിനിങ് ഓഫ് കോഴ്സ് ദർ ഇസ് എ വെരി സ്പെസിഫിക് ട്രെയിനിങ്, ബട്ട് നമ്മൾ ഈ കാണുന്ന ഫാഷൻ രീതിയിലുള്ള ട്രെയിനിങ് അല്ല. അവൻ അത്രയും ഐസൊലേഷൻ ഫീൽ ചെയ്ത്, അത്രയും പ്രതികൂലത്തിലൂടെ കടന്നുപോയി, അത്രയും ടഫായിട്ടുള്ള സിറ്റുവേഷനിൽ കടന്നുപോയി. ഹല്ലേലൂയ. അത്രയും അവൻ്റെ യേസാമൻ ഹല്ലേലൂയ എൻ്റെ ദൈവമേ ഞാൻ എന്തിനാ ഇങ്ങനെ യേസാമൻ ജീവിക്കുന്നത്? യേസാമൻ എന്താ, വാട്ട് ഈസ് യുവർ റിയൽ പർപ്പസ് അബൌട്ട് മൈ ലൈഫ് എന്ന് പലപ്പോഴും കരയുകയും നഞ്ചത്തടിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലൂടെ കടത്തി വിട്ടിട്ട് ഒരു പർട്ടിക്കുലർ നിമിഷത്തിൽ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്താ. ആ ഗ്രാഫ് ഇങ്ങനെ അങ്ങ് പോവും. ബൈബിളിൽ അങ്ങനല്ലേ? ഇതേത് മാനേജ്മെന്റ് സിസ്റ്റാ?
നമ്മുടെ ദൈവത്തിൻ്റെ മാനേജ്മെന്റ് സിസ്റ്റം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, യെസ്, ഇതുവരെ യെസ് ആമേൻ ഒരു 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 ടാഞ്ചിബിൾ അല്ലെങ്കിൽ ഒരു ശരിക്കും ഒരു വ്യത്യാസമൊന്നും ജീവിതത്തിൽ കണ്ടില്ലേലും, ആമേൻ, ട്രസ്റ്റ് ആൻഡ് ബിലീവ് ഇൻ ഗോഡ്. ഗോഡ് വിൽ ഡു വണ്ടർഫുൾ തിങ് ഇൻ യുവർ ലൈഫ്. ഇവിടെ ഈ വഴി പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഈ കാര്യത്തിലോട്ട് വന്നത്. അപ്പോൾ വഴി എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു വഴിയാണ്, ദൈവത്തിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത് മോശ? നമ്മൾ ഈ പർട്ടിക്കുലർ വഴിയിൽ ഇങ്ങനെ ആകുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആ വഴിയിൽ, ഹല്ലേലൂയ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവം അവൻ്റെ ദൂതനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. അപ്പോൾ അതിൻ്റെ വേറൊരു അർത്ഥമുണ്ട്. ഈ വഴി അത്ര സ്മൂത്ത് വഴിയല്ല, അവിടെ പ്രശ്നമുണ്ട്. പക്ഷേ പ്രശ്നം, ആമേ, നമുക്കൊരു പ്രശ്നമല്ല. കാരണം ദൂതന്മാർ നമ്മളെ ടേക്ക് കെയർ ചെയ്യാനുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതിക്കുന്നു, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാല് കല്ലിൽ തട്ടും. പോസിബിലിറ്റി ഉണ്ട്, കല്ലുണ്ട്, ഓബ്സ്ട്രക്ഷൻസ്, സ്ട്രഗിൾസും ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആ കല്ലിനൊരു പ്രത്യേകതയുണ്ട്. കാരണം അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നേ, ഈ കാല് വെച്ചിട്ട് അവൻ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടേണ്ടത്. ഈ കാല് വെച്ചിട്ട് അവൻ, ഹല്ലേലൂയ, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയേണ്ടത്. അത് സാത്താന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് നിന്റെ കാലിനെ അവൻ, യെസ് ആമേൻ, നിന്റെ നടപ്പിനെ, യെസ്, നിന്റെ യെസ് ആത്മീയമായ, ഹല്ലേലൂയ, യെസ് ആമേൻ, ഹല്ലേലൂയ, ആ പവറിനെ, അതോറിറ്റിനെ, ദൈവവുമായിട്ടുള്ള ഇരിപ്പ് വശത്തെ തെറ്റിക്കാൻ അവൻ നോക്കും. പക്ഷേ ഹല്ലേലൂയ, ഇവിടെ എഴുതിയിരിക്കുന്നത്, ആ സിറ്റുവേഷൻ വരുമ്പോൾ സ്പെഷ്യലായിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ പൊക്കി ആ കാര്യത്തിലൂടെ യെസ് നിന്നെ കൊണ്ടുനടത്തും. ഹല്ലേലൂയ. ഇത് ശരിക്കും പറയുന്നത്, ഹല്ലേലൂയ, മോശയാണത് പറയുന്നത്. ഹല്ലേലൂയ. ഇത് എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? ഹല്ലേലൂയ. ഞാനത് പ്രാക്ടിക്കലായിട്ടുള്ള ആസ്പെക്റ്റിലോട്ട് യെസ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, യെസ് ആമേൻ, ഹല്ലേലൂയ, ഇത്ര ഉറപ്പ്, യെസ്, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന്, യെസ് ആമേൻ, എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? അല്ലെങ്കിൽ മോശയ്ക്ക് എങ്ങനെയാണ് ഇത് യെസ് യഥാർത്ഥമായിട്ട് പറയാൻ പറ്റുക? ഹല്ലേലൂയ, ആമേൻ. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിലോട്ട് പോകാം. പുറപ്പാട് പുസ്തകം 33 12 മുതൽ താഴോട്ട് ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗം തന്നെയാണിത്. ഹല്ലേലൂയ. ഞാൻ 91 സങ്കീർത്തനവും ഇതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ മോശ ദൈവത്തോട് നിലവിളിക്കുന്നൊരു നിലവിളിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോശ ഏറ്റവും അത്യത്യാവശ്യമായിട്ട്, ഇത്രയും വലിയ ടാസ്ക്കാണ് മോശയുടെ പുറത്തിരിക്കണേ. നമുക്ക് ആ വഴിയിലോട്ടൊക്കെ വരാവേ. മോശ പക്ഷെ ചോദിക്കുന്ന ചോദ്യം നോക്ക്, ദൈവമേ, നിനക്ക് എന്നോട് ഇത്രയും സ്നേഹവും ഇത്രയും കൃപയുണ്ട്, നീ പറഞ്ഞ എനിക്ക് ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം, വഴി അറിയണം, വഴി അറിയിക്കണം. വഴി അറിയിക്കാതെ പറ്റത്തില്ല. ആമേൻ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ കുറച്ചല്ല, ഓഫ് കോഴ്സ് കുറച്ച് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഈ ആൾക്കാരെ
മാനേജ് ചെയ്യാൻ വേണ്ടി ഈ ലോകപ്രകാരം ട്രെയിനിങ് കിട്ടാത്ത ആളല്ല മോശ. ബിക്കോസ് ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട് 40 വയസ്സ് വരെ നമ്മുടെയൊക്കെ ട്രെയിനിങ്ങിനേക്കാൾ അപ്പുറം, നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന ലെവലിനേക്കാൾ അപ്പുറം ലെവലിൽ ട്രെയിനിങ് കിട്ടിയ മോശ, ഒരു രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. ഈ സമയം കാര്യം 14 ലക്ഷം ആൾക്കാരുണ്ട്. ഡെഫിനറ്റ്ലി മിസ്രൈമിൽ അതിൽ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആസ്പെക്റ്റിലല്ല. അതായത് നമ്മൾ ആ ഒരു ലെവലിൽ, അതായത് മോശയ്ക്ക് ഒരു കുന്തോ അറിയത്തില്ല, അതുകൊണ്ട് യെസ് ഹി നീഡ് സം വേ, അങ്ങനെ അല്ല. ആക്ച്വലി പുള്ളിക്കറിയാവുന്ന ആ വിദ്യ കൊണ്ട് കാര്യം നടക്കില്ല എന്ന് മോശ, യെസ് ആമേൻ ഹല്ലേലൂയ, വ്യക്തമായി മനസ്സിലാക്കിയിട്ടാ ചോദിക്കണ ദൈവത്തോട്, ആമേൻ വഴി അറിയിക്കണമേ. ഞാനത് എനിക്ക് മനസ്സിലായി. ശരിക്കും എൻ്റെ ആശയം ഉൾക്കൊണ്ടിട്ടില്ല. നോ പ്രോബ്ലം. നമുക്ക് അത് മനസ്സിലാകാൻ വേണ്ടി ഹല്ലേലൂയ, നമുക്ക് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേട്ടെ. 11 മുതൽ താഴോട്ട്. 2-ാം അധ്യായം 11 മുതൽ. ആ കാലത്ത് മോശെ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രൈമനെ അടിക്കുന്നത് കണ്ടു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിസ്രൈമിനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തു. പിറ്റേ ദിവസവും അവൻ ചെന്നപ്പോൾ 2 എബ്രായ പുരുഷന്മാർ തമ്മിൽ ശണ്ടയിടുന്നത് കണ്ട് അന്യായം ചെയ്തവനോട്, നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിനവൻ, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവനാർ മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് മോശെ പറഞ്ഞു പേടിച്ചു. ഫറവോൻ ഈ കാര്യം കേട്ടാറെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് എന്ന് പാർത്തു. അവൻ ഒരു കിണറ്റിനരികെ ഇരുന്നു. മിദ്യാനിലെ പുരോഹിതന് 7 പുത്രിമാർ ഉണ്ടായിരുന്നു. അവർ വന്ന അപ്പന്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു. എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ മോശെ എഴുന്നേറ്റ് അവരെ സഹായിച്ച് അവരുടെ ആടുകളെ കുടിപ്പിച്ചു. അവർ തങ്ങളുടെ അപ്പനായ രഘുവേലിന്റെ അടുക്കൽ വന്നപ്പോൾ, നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നത് എങ്ങനെയെന്ന് അവൻ ചോദിച്ചു. ഒരു മിസ്രൈമൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങൾക്ക് വെള്ളം കോരി തന്ന് ആടുകളെ കുടിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഭാഗം നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടോ അത് മൊത്തം വായിപ്പിച്ചേ. ഹല്ലേലൂയ. വളരെ മർമ്മങ്ങൾ അതിനകത്ത്, വളരെ ട്രൂത്തുകൾ, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ആത്മീയ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട പല ട്രൂത്തുകൾ അടങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മോശയുടെ ലൈഫുമായിട്ട് നോക്കുമ്പോൾ. ഇവിടെ നമ്മളൊക്കെ സൺഡേ സ്കൂളിൽ മുതൽ പഠിക്കുന്നതാണെങ്കിലും ഒന്ന് തെറ്റാതെ അത് ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് വായിപ്പിച്ചത്. നമുക്കറിയാം, ഒരു എബ്രായനും മിസ്രൈമിനും തമ്മിൽ വഴക്കുണ്ടാവുന്നു. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു എബ്രായനെ ഒരു മിസ്രൈം അടിക്കുന്നത് കണ്ടു. അപ്പം മോശ ആ ഒരു പ്രശ്നത്തിലോട്ട് വഴിപോക്കനെ പോലെ, അല്ലെങ്കിൽ ഇടയിൽ വന്ന് കയറിയ ആളാണ്. മോശയ്ക്ക് ഈ പ്രത്യേകിച്ച് മിസ്രൈമിനോടോ ഈ പ്രത്യേകിച്ച് എബ്രായനോടോ മുൻവൈരാഗ്യമോ താല്പര്യമൊന്നുമില്ല. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ മോശയുടെ ദേഷ്യം എന്തായിരുന്നു? ഈ മോശ നമ്മൾ ഉദ്ദേശിക്കുന്ന പുള്ളിയല്ല. നമ്മളിത് ശരിക്കും തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയതാ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആംഗിളിന്റെ അപ്പുറമായിട്ട് നമ്മളിത് മനസ്സിലാക്കണം. ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അവനെ പിടിച്ച് മാറ്റുകയോ അല്ലെങ്കിൽ 2 അടി കൊടുക്കുകയോ ചെയ്യുന്നത് പോലാണോ? പിന്നീട് വേറൊരു കാര്യം വന്നപ്പോൾ അടുത്ത വാക്യത്തിൽ എഴുതിയേക്കുന്നത് എന്താ? പിറ്റേ ദിവസം 2 എബ്രായർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അവൻ ഉടനെ സ്റ്റോപ്പ് ചെയ്തു. അതായത് തലേ ദിവസം കഴിഞ്ഞ പ്രാവശ്യം മിസ്രൈമിനെ കൊന്നത് ഈ എബ്രായർക്ക് പോലും അക്സെപ്റ്റബിൾ അല്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ. അതായത് ഹല്ലേലൂയ, ഇവന്റെ ശൗര്യം എന്താണെന്നറിയാമായിരുന്നു മോശയുടെ? പ്രിയ ദൈവമക്കളെ,
ഇനിയും പറയാനത്ത കാര്യം, ഇവൻ എന്നിട്ട് വ്യക്തമായിട്ട് ഇവന് മനസ്സിലായി, ഇവൻ ഇത്രയും പഠിക്കുകയും ഇവന് അത്ര ബോധവും ആ രാജ്യവും ഫറവോനും ഒക്കെ പേഴ്സണലായിട്ട് അറിയും. അവൻ ഫറവോന്റെ പുത്രിയുടെ മകനാണ്, ഫുൾ സിസ്റ്റം അറിയാം. അവൻ ഉറപ്പാണ് കൊല്ലപ്പെടും. അവിടെ പിടുത്തം കിട്ടിയ അവൻ കൊല്ലും. കാരണം വെച്ചാൽ പ്രശ്നമുണ്ട്. മോശയ്ക്ക് നല്ല ബുദ്ധി നല്ല വിവരമുള്ള ആളാ. അതുകൊണ്ട് അവൻ എങ്ങോട്ട് ഓടിപ്പോയി? മിദ്യാനിലോട്ട് ഓടിപ്പോയി. ഇപ്പോഴത്തെ സൗദി അറേബ്യയാണ് മിദ്യാൻ. ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. അവിടെ ആർക്കിയോളജിക്കൽ പ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും മിദ്യാൻ തന്നെ അതിൻ്റെ പേര്. അവിടെ ചെന്നപ്പോ ശ്രദ്ധിക്കണേ, ഈ മിദ്യാനിലെ പുരോഹിതന്റെ മക്കള് പെമ്മക്കള് ആടിനെ വെള്ളം കൊടുക്കാൻ അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോ എന്താണ് സംഭവിച്ചത്? അവിടെ എഴുതിയേക്കണ എന്താ? ആട്ടിടയന്മാര് അവരെ ഓടിച്ചു അല്ലെങ്കിൽ ആട്ടിക്കളഞ്ഞു. എന്നിട്ട് കാരണം സാധാരണഗതിയിൽ എന്നിട്ട് അപ്പം നിങ്ങൾ എന്താ ഇത്ര നേരത്തെ വന്നത്? വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്നും ഇത് തന്നെയാ പരിപാടി. എന്നും അവരുടെ ടേൺ എന്ന് പറഞ്ഞ് ഈ ആട്ടിടയന്മാരൊക്കെ അവരെ കുടിപ്പിച്ചിട്ടേ ഇവർക്ക് വെള്ളം കിട്ടുള്ളൂ, അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഹല്ലേലൂയ. നമ്മുടെ നാട്ടില് കേരളത്തില് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇവിടുത്തെ സ്റ്റൈൽ എനിക്കറിയില്ല. ഈവൻ ഡൽഹിയിൽ താമസിക്കുന്ന നമുക്ക് അതിന് യഥാർത്ഥമായിട്ട് ആശയം ഉണ്ടാവും, പിള്ളേർക്കൊക്കെ ഉണ്ടാവും, അത് മനസ്സിലാവും എന്നറിയില്ല. നമ്മുടെ നാട്ടിലൊരു ബംഗാളി വന്നിട്ട് അവിടെ ആള് കളിക്കാൻ സമ്മതിച്ചാൽ സമ്മതിക്കും നമ്മൾ? ഒരു കവല ഇരുന്നിട്ട് ഒരു ബംഗാളിയോ അല്ലെങ്കിൽ ആരെങ്കിലോ ഒരു വരത്തൻ എന്നൊക്കെയല്ലേ നമ്മൾ പറയണേ, ഒരുത്തും വന്നിട്ട് അവൻ അവിടുത്തെ ഷോ അടിക്കാൻ പറഞ്ഞാൽ ആ നാട്ടുകാർ സമ്മതിക്കുമോ? പക്ഷേ ശ്രദ്ധിക്കണേ, അവന്റെ ശൗര്യം നോക്കണം. മോശ എന്ന് പറഞ്ഞ ആള് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ലോക്കൽസിനെ അവരെ തോപ്പിക്കാൻ, കാരണം ഇവന്റെ അടുത്ത്, കാരണം ഇവൻ മിസ്രൈമിലെ ഫുൾ ആയോധന കലയും എല്ലാം പഠിച്ചിട്ട് വന്നേക്കടാ. അവന്റെ അടുത്ത് സാധാരണ ഒരു മനുഷ്യൻ പിടിച്ചിക്കില്ല, സാധാരണ ഒരു ഗ്രൂപ്പ് പിടിച്ചിക്കില്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഈ മോശയുടെ ശൗര്യം ഞാൻ പറയണേ, നമ്മൾ ഉദ്ദേശിക്കുന്ന പുള്ളി അല്ലായിരുന്നു മോശ. ഇതേ മോശനെ ഏറ്റവും സൗമ്യനാക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മ വളരെ ശക്തമായി കാര്യം പറയുന്നു. യേസാമേ, നമ്മൾ വിചാരിക്കും യേസാമേ നമ്മുടെ കഴിവാ, നമ്മുടെ കപ്പാസിറ്റിയാ, നമ്മുടെ കേപ്പബിലിറ്റിയാ, നമ്മുടെ യേസാമേ സയന്റിഫിക് നോളജാ, മണ്ണാങ്കട്ടാന്ന് വേണമെങ്കിൽ പറയാം. ഒന്നല്ല. അതിനൊന്നും ഒരു വാക്ക്. പ്രിയ ദൈവമക്കളെ, നീ ഒരു വിശ്വാസിയാണോ? ദൈവ പൈതലാണോ? നിന്റെ ഏറ്റവും വലിയ ശത്രു ഉണ്ടല്ലോ, യെസ് ആമേൻ, ഹല്ലേലൂയ, യെസ്, നിന്റെ ഈ ഹല്ലേലൂയ, യെസ് ആമേൻ, ഈ ലോകത്തിൽ നിന്ന് കിട്ടിയ യെസ് ആമേൻ ഈ ജഡത്തിലുള്ള നിന്റെ ആ ഉറപ്പ, അത് ഹല്ലേലൂയ മാറ്റി വെക്കുന്നതെന്നോ അന്ന് നിന്റെ യെസ് ഹല്ലേലൂയ, ഓ യെസ് ആമേൻ, യഥാർത്ഥമായ യെസ് വളർച്ച ദൈവം തുടങ്ങും. വെറുതെ പറയണല്ല, പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയണതാ. ഹല്ലേലൂയ. എന്നെ പഠിപ്പിച്ച കാര്യ. ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ, യെസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അതിന് അടുത്ത വാക്ക്, അടുത്ത അധ്യായത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ മനസ്സിലാവും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന ഈ കാര്യത്തിന് ശേഷം അടുത്ത 40 വർഷം ദൈവം അവനെ യെസ് വെറും ആടിനെ മേയ്ക്കുന്ന വെറും ആട്ടിടനാക്കി കളഞ്ഞു. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ നമ്മുടെ ഈ ചില സ്വഭാവം, ഞാൻ അങ്ങനെയാ, ഞാൻ ഇങ്ങനെയാ, യെസ് എൻ്റെ ഇഷ്ടം അതാ, യെസ് അമേൻ, യെസ് അല്ലെങ്കിൽ യെസ് എനിക്ക് യെസ് അത് വേണം ഇത് വേണം, എനിക്ക് ഇഷ്ടമല്ല. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മ വളരെ ശക്തമായി പറയുന്നു, നമ്മൾ അതാ അങ്ങനെ ആ സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് വിചാരിച്ചാണ്ടല്ലോ ദൈവത്തിന് ഇണ്ണ ഇമ്മ വരപ്പിക്കാൻ പറ്റും. 80 വർഷം ഏറ്റവും യെസ് അവന്റെ ഏറ്റവും കാതലായ വർഷം അവൻ എന്തായി? വെറും ആട്ടിടനായി. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇത്ര ശൗര്യമുള്ള മോശം ഉണ്ടല്ലോ, ഇത്രയും പഠിച്ച മോശം ഉണ്ടല്ലോ. ഹല്ലേലൂയ. അവസാനം ദൈവം തന്നെ വന്നിട്ട്, ദൂതൻ ഇറങ്ങിയിട്ട് ദൈവം തന്നെ പറഞ്ഞിട്ട് അവന്റെ കോൺഫിഡൻസ് ഇല്ലാതെ പോയി. പ്രിയ മക്കളെ, if you are thinking that I am something, I can do this, I can do that, I know this, I know the way, ഒന്നുമല്ല. ദൈവത്തിന് വേണ്ടത് നിന്റെ അവൈലബിലിറ്റിയാ. ദൈവത്തിന് വേണ്ടത് നിന്റെ കംപ്ലീറ്റ് ഒരു സറണ്ടറിങ് ആറ്റിറ്റ്യൂഡാ. ദൈവത്തിന് അറിയാത്തതല്ല. നമ്മൾ എത്രത്തോളം സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നോ അത്രത്തോളം നിന്റെ ആയുസ് പോയിക്കൊണ്ടിരിക്കും.
യെസ് ആമേൻ. എത്ര പെട്ടെന്ന് യെസ് ദൈവത്തിന്റെ സന്നിധിയിലോ ജീസസ് ഹല്ലേലൂയ. യെസ് ആമേൻ ആമേൻ ആമേൻ. ഒരു 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 സംഭവം കൂടെ ദൈവം എന്നെ യെസ് ആമേൻ ഒരു പരിശുദ്ധാത്മ ഒരു കാര്യം എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തിയ, ഒന്ന് തിളക്കിപ്പിച്ചായിരുന്നു. അല്ലെങ്കിൽ 400 വർഷമാണ് ശരിക്കും പറഞ്ഞ ആ പറഞ്ഞ ദൈവം പറഞ്ഞ ടൈം. പക്ഷെ 430 വർഷത്തോളം എടുത്തു. ആമേൻ ഹല്ലേലൂയ ആമേൻ. മോശ ഒന്നും മെരിങ്ങി വരാൻ 30 വർഷം കൂടുതലെടുത്തു. ഐ ബിലീവ് ദാറ്റ്. പരിശുദ്ധാത്മ അങ്ങനെയാണ് ഹിന്റ് ചെയ്തത്. പെട്ടെന്ന് ഇത് ആലോചിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇതിൽ യെസ് ആമേൻ ഹല്ലേലൂയ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ, ആമേൻ, ദൈവം നമ്മളെ ആരെയും വെറുതെ വിളിച്ചിട്ടില്ല. ആരെയും യെസ് ആമേൻ ഹല്ലേലൂയ യെസ് ആമേൻ ഹല്ലേലൂയ ഒരു ആവശ്യവുമില്ലാതെ വിളിച്ചിട്ടില്ല. പലപ്പോഴും യെസ് ആമേൻ നമ്മുടെ ഇഷ്ടം, നമ്മുടെ അനിഷ്ടം, യെസ് ഐ ക്യാൻ ഡു, ഐ നീഡ് ദിസ് വൺ, യെസ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ഫെലോ, ഐ ഡോണ്ട് ലൈക്ക് ദിസ് പീപ്പിൾ. യെസ് ഹല്ലേലൂയ. നമ്മൾ ആരും മോശയുടെ അത്രയും ഭയങ്കരന്മാരൊന്നും അല്ല. നമ്മളൊക്കെ മച്ച് സോഫ്റ്റായ ആൾക്കാരാണ്. വഴി കൂടെ പോയ രണ്ടുപേരെ വഴക്കണം, ഒരുത്തിനെ അടിച്ചു കൊല്ലാൻ പാകത്തിന് ദേഷ്യമുള്ളവനാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അവനെയാ ഭൂതലത്തിലെങ്ങും സൗമ്യനായ ഒരു വ്യക്തിയാക്കി ദൈവം മാറ്റിയത്. സോ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, നിനക്ക് മോശേനെ പോലെ അത്ര സമയം എടുക്കണോ എന്നാ എന്നോട് ചോദിച്ചത്. ഇവൻ എന്നോട് ചോദിച്ചത്. ഞാൻ ഫ്രാങ്കില് പറയാ, ഐ ഡോണ്ട് വാണ്ട്. പ്രിയ മക്കളെ, ദൈവം എന്തിനാ മോശ എന്തിനാ എല്ലാ കാര്യവും അറിഞ്ഞിട്ടും വഴി ചോദിക്കണമെന്നറിയോ? മോശയ്ക്ക് മനസ്സിലായി. അവൻ പഠിച്ച വിദ്യകൾ, അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വവും ഏറ്റവും വലിയ വിദ്യാഭ്യാസ സിസ്റ്റവും ഏറ്റവും ശക്തമായ എല്ലാ കാര്യവും പഠിച്ച വ്യക്തി ഒരു കാര്യം മനസ്സിലായി, ആമേൻ, ഈ പറഞ്ഞ കാര്യം കൊണ്ടൊന്നും നടക്കില്ല. എനിക്ക് വേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ വഴിയാണ്. എനിക്ക് വേണ്ടത് ഹല്ലേലൂയ അത്യുന്നതന്റെ മറവിൽ വസിക്കലാണ്. ഓ ഹല്ലേലൂയ. ഇത്രയും ഈ ആസ്പെക്റ്റിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടാ 1-2 വാക്യം വായിച്ചു നോക്കിയ 91-ന്റെ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്, അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇപ്പൊ നോക്കിയേ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തില് അതെ, ഞാൻ യേശുവിലാണ്, യേശു എന്നിലാണ്. ആ പ്രാഗൽഭ്യമുള്ള വിശ്വാസിയെ, ആമേൻ ആമേൻ. ഓ ജീസസ് ഹല്ലേലൂയ. അവൻ ദൈവത്തെ കുറിച്ച് എന്താ പറയുന്ന അറിയാവോ? പ്രിയ ദൈവമക്കളെ, അല്ലെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, എനിക്കൊരു സഹായം വേണമെങ്കിലുണ്ടല്ലോ, യെസ്, എനിക്ക് ആ സഹായം എൻ്റെ ദൈവം തരും. എൻ്റെ കഴിവും എൻ്റെ പഠിത്തവും, യെസ് എൻ്റെ യെസ് ആമേൻ ഹല്ലേലൂയ യെസ് ആമേൻ ജോലിയോ എൻ്റെ പണമോ ഒന്നുമല്ല, എൻ്റെ മക്കളും അല്ല, ഒന്നുമല്ല, എൻ്റെ ദൈവം തരും. യെസ്, എന്നെ പ്രൊട്ടക്ട് ചെയ്യണത് എൻ്റെ അപ്പം പ്രൊട്ടക്ട് ചെയ്യും. അവൻ പറയണം, അവൻ പറയിക്കും. There is a point. നമ്മളെല്ലാം നമ്മുടെ ആശയവും അല്ലെങ്കിൽ എല്ലാ നമ്മുടെ എക്സ്പെക്ടേഷനും എല്ലാ പ്ലാനും പദ്ധതിയൊക്കെ ഫെയിലായിട്ട്, there is a point where we really accept and look at God. Yes, He is the one who is my support. He is my power. He is my protector. Hallelujah. എന്ന് പറയുന്ന, ഓ ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ യെസ് ആമേൻ യെസ് ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. സീരിയസ്ലി നമ്മുടെ തന്നെ ലൈഫിലോട്ട് നോക്കുക. നമുക്ക് ഒത്തിരി കാര്യം ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേടിയിട്ടുണ്ടാവാം, എക്സ്പീരിയൻസ് ഉണ്ടാവാം. ദൈവത്തിന് ഇതൊന്നും വേണ്ട. God doesn't need any of this thing. God need you. നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ടോ? യേശു എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള പ്രാഗൽഭ്യം ഉണ്ടോ? മാത്രമല്ല ഞാൻ യേശുവിലാണെന്നുള്ള പ്രാഗൽഭ്യം ഉണ്ടോ?
അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടെ നമ്മൾ വിശ്വസിക്കുക. യെസ് ആമേൻ. ഒരു കാര്യം നമ്മൾ ശരിക്കും ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ആ യേശു ഉണ്ടല്ലോ, എൻ്റെ ഉള്ളിൽ അവൻ ഉള്ളിരിക്കുന്നവൻ, അവൻ എന്നെ സഹായിക്കും. യെസ്, അവൻ എനിക്ക് വഴി പറഞ്ഞു തരും. It is not my way. It is not my idea. Rather, it is his idea. He will tell me specifically what I should do, how I should move forward, how I will conquer this thing. പ്രിയ ദൈവമക്കൾ, ഇത് തമാശയല്ല. God doesn't need your way. നിന്റെ വഴിയല്ല അവന് വേണ്ട, അവന്റെ വഴിയാ, ദൈവത്തിന്റെ വഴിയാ വേണ്ടേ. എന്തിനാ ഇപ്പൊ മനസ്സിലായി എന്താ ദൈവം എന്തുകൊണ്ടാ മോശ അത്രയും ചോദിച്ചെന്ന്? ഇത് ഈ അന്ന് മോശയ്ക്ക് ആ ലോകത്തുള്ള എല്ലാ ഐഡിയ അറിയാവുന്ന മനുഷ്യനാണ് മോശ. അതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് അറിഞ്ഞോണ്ടാ അത് മനസ്സിലാക്കി. അത്ര അഗ്രസീവായ മോശയായിരുന്നു, അടിച്ചു കൊല്ലും നമ്മളെക്കാളൊക്കെ റഫായ മോശമായിരുന്നു. പ്രിയ മക്കളെ, ദൈവം നമ്മൾ ഓരോരുത്തരും വിളിക്കുന്നു. നമ്മുടെ സ്വഭാവം പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും. ഈ ബൈബിളില് മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു ഭാഗത്ത് ഈ കടം കൊടുക്കുന്ന 10,000 ദിരഹ്മ കടം കൊടുത്ത ഒരു കഥയൊക്കെ അറിയില്ലേ? അവനെ ഇളച്ചു കൊടുത്തില്ലേ? അതിനുശേഷം അവൻ വേറൊരു 100 ദിരഹ്മ കടപ്പെട്ടവന്റെ പൊങ്ങി കയറി പിടിച്ചിട്ട് അവനെ കൊണ്ട് തടവിലാക്കിപ്പിച്ചില്ലേ? അറിയില്ലേ ആ പോയിന്റ്? എന്നിട്ട് അവന്റെ സന്നിധി അവസാനം യജമാനന്റെ അടുത്ത് വന്നപ്പോൾ യജമാനൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് അവനോട് കരുണ തോന്നേണ്ടതല്ലയോ? പ്രിയ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും പറയും ഇതെന്റെ സ്വഭാവം ഇങ്ങനെയാ, അതൊന്നും മാറുന്നില്ല. മാറില്ലെങ്കിൽ നീ സ്വർഗത്തിൽ പോവില്ല, നരകത്തിലേ പോവുള്ളൂ. മാത്രമല്ല നിന്റെ ലൈഫ് കൊണ്ട് ഒരു പ്രയോജനമില്ല, നഷ്ടമല്ലാതെ നിന്റെ കുടുംബത്തിനും നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ തലമുറക്കും നഷ്ടമല്ലാതെ ഒരു ഗുണം ഉണ്ടാവില്ല. ബട്ട് ഇഫ് യു ആർ റെഡി ടു ചേഞ്ച്, ഗോഡ് ക്യാൻ ചേഞ്ച്. ബൈബിൾ വെറുതെ എഴുതില്ല എന്റെ സ്വഭാവം നിനക്കും വരണം എന്നാ അവിടെ പറയുന്നത്. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ, യെസ്, നിനക്ക് അവനോട് കരുണ തോന്നേണ്ടതല്ലയോ? മേ ബി യു ക്യാൻ ആസ്ക് ബാക്ക്, ദൈവമേ എൻ്റെ സ്വഭാവം ഇതാ. But are you ready and are you believing? Do you believe that God can change your character? നിന്റെ സ്വഭാവം റഫാണെങ്കിൽ, യെസ് ആമേൻ, മോശനെ ഇഷ എണ്ണ മോരപ്പിച്ച ദൈവത്തിന് അറിയില്ലാത്തോണ്ടല്ല, വേണമെങ്കിൽ ദൈവം ചെയ്യും. ആമേൻ. അതല്ല, ദൈവം എൻ്റെ സ്വഭാവം മാറ്റണം. ഐ ഹാവ് പ്രോബ്ലം, ഐ നീഡ് യുവർ ഇന്റർവെൻഷൻ. എന്നെ നിന്റെ പദ്ധതിക്ക് വേണ്ടി നീ എന്തിനാ എന്നെ വിളിച്ച് അതിനു വേണ്ടി ഉപയോഗിക്കാൻ പാകത്തിന് എൻ്റെ സ്വഭാവത്തെ മാറ്റിയേ പറ്റൂ. എൻ്റെ ഉള്ള ദുർനിക്ഷേപങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോട്ടെ എന്ന് കൽപ്പിക്കാൻ യെസ് നമുക്ക് പറ്റുമോ? യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ദേഷ്യത്തെ ബെതിച്ച് പൊടിച്ച് പതിരാക്കി പറ്റി പുറത്താക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ മലയെ, അവിശ്വാസമാകുന്ന മലയെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പുറത്താക്കുന്നു എന്ന് കൽപ്പിക്കാൻ പറ്റുമോ? യെസ്, വി ഹാവ് ടു ഡു ഇറ്റ് ബൈ അവർ സെൽഫ്. ദൈവം വന്ന് ചെയ്യത്തില്ലത്. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. വി ഹാവ് ടു ഡു. പ്രിയ ദൈവമക്കളെ, ആമേൻ. There are two things we need to understand always from spiritual aspect. അവൻ തൻ്റെ വഴികളെ മോശയും തൻ്റെ പ്രവർത്തികളെ ഇസ്രായേൽ മക്കളെ അറിയിച്ചു. അതിനകത്തൊരു ഡിഫറൻസ് എന്താ? മോശ ലീഡറായിരുന്നു. ലീഡറാണെങ്കിൽ വഴി അറിയണം. പ്രജകള്, ഇസ്രായേൽ മക്കള് ജസ്റ്റ് പ്രജ, അല്ലെങ്കിൽ they are just a like സബ് ഡൊമൈൻ ഓഫ് മോസസ്, അല്ലെങ്കിൽ മോശ നടത്തുന്ന വഴിയെ നടക്കുന്ന ഒരു കൂട്ടരാ മിക്കവാറും. ഹല്ലേലൂയ. ഐ ഡോണ്ട് തിങ്ക് പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ ഓരോരുത്തരും രാജകീയ പുരോഹിത വർഗ, വിശുദ്ധ ജനമാ. നമ്മളൊക്കെ മോശയെ പോലെ. വെരി വെരി റെയർ ചാൻസ് ഉള്ളൂ വെറും ഒരു പ്രത്യേകിച്ച്. ഐ ഡോണ്ട് ബിലീവ് വി ആർ ഓൾ ഡിസേബിൾസ്. നമ്മളൊക്കെ ഡിസേബിൾസാ. ഡിസേബിൾസ് മാത്രം മതി ദൈവത്തിന്. വെറും ഒരു വിശ്വാസി എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. അങ്ങനെയെങ്കിൽ വഴി അറിയണം. ആ വഴി അറിയണമെങ്കിൽ പ്രിയ ദൈവമക്കളെ, ആദ്യത്തെ നമ്മുടെ പടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ 1-ാമത്തെ വാക്യം പറയുന്നത് പോലെ, അത് യേശുവേ അങ്ങ് എൻ്റെ ജീവിതത്തിൽ വരണേ,
ഞാൻ എൻ്റെ ഹൃദയത്തെ, എൻ്റെ സ്പിരിറ്റിനെ അങ്ങടെ തരിക, അങ്ങൻ്റെ ജീവിതത്തിൽ വരണമേ. ആ ഒരു റിയലൈസേഷൻ കിട്ടിയ വ്യക്തി പറയും, അവൻ്റെ അവൻ്റെ കഴിവിലല്ല പിന്നെ അവൻ ആശ്രയിക്കുന്നത്. ഈ ദൈവം എന്നെ സഹായിക്കും, ഈ ദൈവം എന്നെ വഴി നടത്തും, ഈ ദൈവം എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. എന്തൊക്കെ കാര്യം അവൻ എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം 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 അവൻ നടത്തി നൽകുമെന്നുള്ള ഒരു വലിയ വിശ്വാസം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നെ തോന്നണം. അങ്ങനെയല്ല അവിടെ പറയുന്നത്. ഗോഡ് നമ്മളോട് പറയല്ല, ഇയാൾ ദൈവത്തോട് പറയാ. അങ്ങനെയല്ല എഴുതിയേക്കണം. അതായത് യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും, ഐ വിൽ സേ ടു ദ ലോർഡ് മൈ റെഫ്യൂജ്, മൈ ഫോർട്രസ്, മൈ ഗോഡ് ഇൻ ഹൂം ഐ ട്രസ്റ്റ്. Are we in a position to say this word? നമുക്കിത് പറയാൻ പറ്റുമോ? ആ പറയുമ്പോൾ നമ്മുടെ എല്ലാ, അതായത് ഈ ലോകത്തിലെ നമ്മുടെ സാധനം കൊണ്ട് ഒരു പ്രയോജനമില്ല സുഹൃത്തുക്കളെ, ഒന്നും പറ്റത്തില്ല. ദൈവത്തിന് വേണ്ടത് നിന്നെയാ, നിന്റെ ഹൃദയത്തെ. അവനറിയാൻ വഴി, അവനറിയാൻ വഴി. അവൻ നമ്മളെക്കാളൊക്കെ ബുദ്ധിമാനാ, പവർഫുള്ളാ. He know what to do. Amen. But he need your wholehearted acceptance and surrendering. നമ്മളത് ശരിക്കും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളെ മോശ ഉപയോഗിച്ചതുപോലെ ഓരോരുത്തരെയും നമ്മുടെ ആയുസ് വെറുതെ പോവല്ലാതെ ഈ ആയുസ് കൊണ്ട് ചിലവരെ നേടിയെടുക്കുവാൻ, ഈ ആയുസ് കൊണ്ട് ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ ഒരു ലെഗസി പോലെ കുറിക്കുവാൻ ദൈവത്തിന് പറ്റുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനൊരു സാഹചര്യം ചെന്ന പാസ്റ്റർക്കും സഭയ്ക്കുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ IIT ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, അതിനൊരു എക്സാം ഉണ്ട്.